ഉറപ്പായിട്ടും ആവശ്യപ്പെടും. ഈ ബൂത്തുകൾ ഞങ്ങൾ നോട്ട് ചെയ്ത് റിട്ടേൺ ആയിട്ട് തന്നെ കൊടുക്കും. ഈ ബൂത്തുകൾ തലശ്ശേരി കൂത്തുപറമ്പ് മേഖലയിൽ പിന്നെ വ്യാപകമായിട്ടുണ്ട്. ഇത്തരം ബൂത്തുകളിൽ അതിൻ്റെ നമ്പറും പേരും കൂടെ കൊടുത്തിട്ട് തന്നെ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഇപ്പോൾ എൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ ഇത് കണ്ടവർ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ചന്ദ്രശേഖരൻ്റെ വധിച്ച് കേട്ടപ്പോൾ കേട്ട ആദ്യത്തെ കമൻറ്റ് ഇതായിരുന്നു, അവിടെ നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന്. അവരിൽ ചില ആളുകൾ ഇതിലപ്പുറം ചെയ്യും. എല്ലാ CPM പ്രവർത്തകരെയല്ല ഞാൻ പറയുന്നത്. അവരിൽ ചില ആളുകൾ ഇതിലപ്പുറം ചെയ്യും. അവർക്കിത് ഓരോന്നും അവസരമാണ്. പിന്നെ രണ്ടാമത് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിപ്പോയതാ. എന്നാൽ ഒരാൾ രക്തസാക്ഷി ആവട്ടെ എന്ന് വിചാരിച്ചാൽ അവർ പൊട്ടിച്ചതല്ല, അപകടം പറ്റിപ്പോയതാ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും നേരത്തെ വരേണ്ട സാധനമാണ്. അപ്പോൾ അവർ ചെയ്യും. അവിടെ ഇപ്പം രാഷ്ട്രീയമായി വേറെ സാഹചര്യമൊന്നുമില്ല. ആർക്കെതിരെ ഞാൻ ചോദിക്കുന്ന അവിടെയൊക്കെ എന്തിനാണ് ഇവർക്ക് ഇതിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. മൃഗീയമായ മെജോറിറ്റി അവർ അവകാശപ്പെടുന്ന ഒരു മേഖലയിൽ സംഘർഷമില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, സംഘർഷമൊന്നും ഇപ്പം അവിടെ ഇല്ല. ഇപ്പൊ ഒരു സംഘർഷവും ഇല്ല. ഇപ്പൊ അവിടെ ഇപ്പം നടക്കുന്നത് എന്താണ്? രണ്ട് കാര്യം അസുഖമായി നടക്കുന്നത്. CPM ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ 2 ഫാക്ടറിയാണ് തുറന്നത്. ഒന്ന് നുണ ഫാക്ടറിയാണ്, ഒന്ന് ബോംബ് ഫാക്ടറിയാണ്. ഇത് വെച്ച് കൈകാര്യം ചെയ്യാമെന്നാണ് CPM ധരിക്കുന്നത്. നിങ്ങളുടെ ഒരു പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് എക്സ്പോസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ആ കാര്യത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വേറെ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടൊന്നല്ല. ഒരൊറ്റ കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒറ്റ ലാസ്റ്റ് ലെറ്റ് മീ മേക്ക് മൈ ലാസ്റ്റ് പോയിന്റ് ഓൺ ദിസ്. എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. ഇന്നലെയും ചോദിച്ചായിരുന്നു എന്നോട്, ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ TP കേസ് ചർച്ചയാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയാക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. ആ കൊന്നതിലോ കൊന്ന രീതിയിലോ കൊല്ലാനെടുത്ത തീരുമാനത്തിലോ ഒരല്പം പോലും അവർ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഇനിയും കോപ്പ് കൂട്ടുകയാണ്, ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ TPയുടെ വധം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയാണ്. TP കേസിൽ ശിക്ഷിക്കപ്പെട്ട 15 പ്രതികളിൽ 13 പേരുടെയും വിഹര കേന്ദ്രമാണ് ഈ സ്ഥലം. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതക പ്രഭവ കേന്ദ്രം കൂടിയാണ്. അതിൽ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുഞ്ഞനന്ദന്റെ വിടവ് നികത്തുകയാണ്. പുതിയ ടീം വരികയാണ്. പരിശുനിയുടെയും കുഞ്ഞനന്ദന്റെ ഒക്കെ ഇരട്ട ജീവമരുന്നുകൾ അവരുള്ളിലായതുകൊണ്ട് പുതിയ നേതൃത്വം ഏറ്റെടുക്കുകയാണ്. പുതിയ ടീമിനെ ഉത്പാദിപ്പിക്കുകയാണ്. ആ കുഞ്ഞനന്ദനെയാണ് ഇവിടെ പലരും മഹത്വൽക്കരിച്ചത് എന്നും മറക്കരുത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചല്ലോ. TP കേസ് അതിൽ കൺവിക്റ്റഡ് ആയി കോടതി കണ്ടെത്തിയ കുഞ്ഞനന്ദനെ, കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദനെയാണ് മാതൃകാ പുരുഷനായും നാടിന് അഭിമാനമായും സംസ്ഥാനം ഭരിക്കുന്ന ആളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളും വരെ മഹത്വൽക്കരിച്ച് വരിവരിയായി പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. എത്ര കരുതൽ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ആ പ്രോ കില്ലർ സ്റ്റാൻഡിൽ നിന്ന് മാറി നടക്കാൻ ഇവർക്കാർക്കും കഴിയില്ല എന്നുള്ളതാണ് അതൊക്കെ തെളിയിക്കുന്നത്.